സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു. ഇടുക്കി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ ചിത്രപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ക്യാന്റീൻ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് അടച്ചു. വരും ദിവസങ്ങളിൽ ജനകീയ ഹോട്ടലിന്റെ അടക്കം പ്രവർത്തനത്തെ പാചകവാതക ക്ഷാമം പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് വിവരം. അമേരിക്ക ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായിട്ടുള്ള പാചകവാതക ക്ഷാമം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. നഗരപ്രദേശങ്ങൾക്കൊപ്പം ഇടുക്കിയുടെ ഗ്രാമീണ മേഖലകളിലേക്കും പാചകവാതക ക്ഷാമം പ്രതിസന്ധിയായി രൂപപ്പെട്ടു കഴിഞ്ഞു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ ചിത്തിരപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ക്യാന്റീൻ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് അടച്ചു. പാചകവാതകം കിട്ടാതായതോടെ കഴിഞ്ഞ ദിവസം മുതൽ ക്യാന്റീന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ പറഞ്ഞു. പള്ളിവാസൽ CDSൽ 168 സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങളിൽ മിക്കതും ക്യാന്റീനുകളാണ്, ഫുഡ് ക്യാന്റീനുകളാണ്. അതിന്റെ ഇപ്പൊ ഗ്യാസിന്റെ ലഭ്യത നമുക്കൊരു ബുദ്ധിമുട്ട്, ഒരു പരിധിവരെയും നമ്മുടെ സംരംഭകർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ ഭാഗം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ചിത്രപുരം ക്യാന്റീനിലാണ്, അതായത് ഹോസ്പിറ്റൽ ക്യാന്റീനിലാണ്. അത് രോഗികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുള്ളത് കാരണം പാചകവാതകത്തിന്റെ ലഭ്യത കുറവുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ജനകീയ ഹോട്ടലിന്റെ അടക്കം പ്രവർത്തനത്തെ വരും ദിവസങ്ങളിൽ പാചകവാതക ക്ഷാമം പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് വിവരം. കുടുംബശ്രീക്ക് കീഴിൽ വിവിധയിടങ്ങളിലായി വഴിയോര ഭക്ഷണ വിൽപ്പനകളും പ്രവർത്തിക്കുന്നുണ്ട്. പാചകവാതകം ലഭിക്കാതായാൽ ഇവയുടെ പ്രവർത്തനവും നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാകുന്ന കുടുംബശ്രീക്ക് കീഴിലുള്ള ഭക്ഷണ വിൽപ്പനശാലകളെ പാചകവാതക ക്ഷാമം പ്രതികൂലമായി ബാധിക്കുന്നതിനൊപ്പം ഭക്ഷണശാലകൾ പൂട്ടിയാൽ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരും പ്രതിസന്ധിയിലാകും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.